ഈശോയെ ഞാനെന്നും ആനന്ദവായ്പോടെ ആരാധിക്കും. ഈശോയെ നൽകിയ അമ്മയോടൊപ്പം ഞാൻ ആദിവ്യ സ്നേഹത്തിൽ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പരിശുദ്ധ മാതാവുമൊത്ത് ഒരു തീർത്ഥയാത്രയിലാണ്. ഈ തീർത്ഥയാത്രയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു എപ്രകാരമാണ് പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം പരമ്പരാഗതമായി തിരുസഭയിൽ പ്രകടമായിരിക്കുന്നു എന്നത്. അത് കലാരൂപത്തിലും കവിതകളിലും ഗാനരചനയിലും കൂടി പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുകയാണ് ഓരോ തലമുറയും. അത് നമ്മളെ പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കുവാനും അമ്മയുടെ ദൗത്യം മനസ്സിലാക്കുവാനും നമ്മളെ സഹായിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് സഭയിൽ ധാരാളം ചിത്രങ്ങൾ പരിശുദ്ധ അമ്മയെ പറ്റിയുണ്ട്. ആ ചിത്രങ്ങൾക്ക് അതിൻ്റേതായ അർത്ഥമുണ്ട്. ഓരോ ചിത്രങ്ങൾക്കും അതിൻ്റേതായ ചരിത്ര വസ്തുതകളുമുണ്ട്. ആ ചരിത്ര വസ്തുതയിലേക്കൊന്നും ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഈ കലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഐക്കൺസ് എന്ന കലയ്ക്കാണ്. അത് ഇംഗ്ലീഷ് വേർഡാണ്. അതിന് നമ്മൾ പ്രതിരൂപമെന്നോ പ്രതിച്ഛായ എന്നോ നമുക്ക് പറയാം. ജീവിക്കുന്ന ഐക്കൺസ് നമുക്കറിയാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മദർ തെരേസ ഉപവിയുടെ ഐക്കണാണ്. അതായത് മദർ തെരേസയിൽ ആ ഉപവി സ്നേഹപ്രവൃത്തിയെ മുഴുവൻ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ആ പേരിൽ തന്നെ. മറ്റൊന്ന് സച്ചിൻ തെണ്ടുൽക്കർ. അത് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ഒരു ഐക്കണാണ്. അപ്പോൾ സച്ചിൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഓർമ്മ ചെന്നെത്തുന്നത് ക്രിക്കറ്റ് ലോകത്തിലേക്കാണ്. അമിതാഭ് ബച്ചൻ സിനിമാ ലോകത്തിലെ ഒരു ഐക്കണാണ്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോഴേ മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതാണ് ജീവിക്കുന്ന ഐക്കൺ. എന്നാൽ പരിശുദ്ധ അമ്മയെപ്പറ്റി ഇതുപോലെ ഐക്കൺ, അതായത് ചിത്രകല, ചിത്രത്തിലൂടെ അമ്മ ആരാണെന്ന് വരച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൂടുതലും പ്രാധാന്യം കൊടുത്തിരുന്നത് ഓർത്തഡോക്സ് സഭയിലാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിലും അതുപോലെ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലും. പിന്നീട് എല്ലാ സഭകളും ഇതിനെ സ്വീകരിച്ചു. ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. കല നമുക്കറിയാം ദൈവിക ദാനമാണ്. ഈ മനസ്സിനും ബുദ്ധിക്കും ഇത് ആനന്ദം നൽകുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ചിന്തകളെയും മനുഷ്യൻ്റെ ഭാവനകളെയും അത് കലാരൂപത്തിലാക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥമായി, അതിനപ്പുറമുള്ള മറ്റൊരർത്ഥത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇവിടെ ഇന്നുദ്ദേശിക്കുന്ന ഈ വിഷയം ഐക്കൺസ്, അത് വിശുദ്ധരെ പറ്റിയും പരിശുദ്ധ അമ്മയെപ്പറ്റിയുമുള്ള കാലാകാലങ്ങളിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളാണ്. ഈ വരയ്ക്കപ്പെട്ടത് അത് പറയുന്നത് മാനുഷിക കരങ്ങൾ വരച്ചു എന്ന് മാത്രം. ദൈവിക വെളിപാടാണ് അതിൽ കാണുന്നത്. ദൈവിക വെളിപാടിനെ ചിത്രത്തിൻ്റെ രൂപത്തിൽ, കലയുടെ രൂപത്തിൽ, നിറത്തിൻ്റെ രൂപത്തിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതിനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചവരാണ്, കോളേജിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് വായിക്കുവാൻ അറിയാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഞാൻ ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഇത് തുറക്കുമ്പോൾ എനിക്കത് വായിക്കാൻ സാധിക്കുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതെനിക്കോ പറ്റുകയുള്ളൂ. പക്ഷേ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സ്കൂളിൽ പോയിട്ടില്ല, വായിച്ചിട്ടില്ല, വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ ആ എൻ്റെ സുഹൃത്തിനെ ഞാൻ എങ്ങനെ ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലാക്കും? വാക്കുകളിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ അതിൽ കൂടുതലായിട്ട് ഒരു ചിത്രത്തിലൂടെ നമുക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു ചിത്രം 1000 വചനങ്ങളെ ഉൾക്കൊള്ളുന്നു. ഉദാഹരണമായി ഞാൻ നിങ്ങൾക്കൊരു ചിത്രം കാണിക്കാം. ഇതൊരു ഐക്കണാണ്. പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിൻ്റെയും ഒരു ഐക്കൺ. ഇതിൽ നിങ്ങൾ സാധാരണ ചിത്രങ്ങളിൽ നിന്നും ഒത്തിരി വ്യത്യസ്തത നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഒന്ന്,
പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ശിരസിൽ നോക്കുക, 2 ശിരോവസ്ത്രങ്ങളുണ്ട്. രണ്ടും 2 കളറാണ്. ഒന്ന് പലസ്തീനയിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആ സ്ത്രീകളുടെ ശിരോവസ്ത്രം. മേരി ദ വുമൺ, മേരി സ്ത്രീയാണ്, മനുഷ്യ സ്ത്രീയാണെന്ന് കാണിക്കുന്നു. രണ്ടാമത്തേത് മേരിയുടെ ശിരസിലുള്ള ആ വസ്ത്രം, അതിൻ്റെ മുകളിൽ രണ്ടാമത്തേത്, അത് മറ്റൊരു കളറാണ്. അതിൽ ദൈവികതയാണ് കാണിക്കുന്നത്. യേശു ധരിച്ചിരിക്കുന്നത് ഒരു സ്വർണ്ണമയമുള്ള വസ്ത്രമാണ്. ആ സ്വർണം എപ്പോഴും റോയൽറ്റി, രാജകത്വത്തെ കാണിക്കുന്നു. ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അതേ കളറാണ് മേരി ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ കാണുന്നത്. അതായത് യേശു തൻ്റെ ദിവ്യത്വത്തെ മേരിയുമായി പങ്കുവയ്ക്കുന്നു. മേരി ദൈവമാതാവാണ്. ഇനി മാതാവിൻ്റെ കൈ ശ്രദ്ധിക്കുക നിങ്ങൾ. ഒന്നാമത്തെ കൈ യേശുവിനെ താങ്ങി നിർത്തുന്നു. അതായത് സൃഷ്ടാവിനെ ഒരു സൃഷ്ടി സ്വന്തം കയ്യിൽ വഹിക്കുന്നു. ആ സൃഷ്ടി ആരാണ്? വചനമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു. മേരി എന്ന ആ സൃഷ്ടിയുടെ കൈകൾ താങ്ങുന്നു. മറ്റേ കൈ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കൈ നിങ്ങൾ കാണുന്നത് മേരി കൈ ചൂണ്ടിക്കൊണ്ടാണ്. ഇവിടെയാണ് മേരിയുടെ ദൗത്യം കാണിക്കുന്നത്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക, അവനെ നിങ്ങൾ അനുഗമിക്കുക. ഇതാ നമ്മളെ യേശുവിലേക്ക് മേരി നയിക്കുന്ന ചിത്രം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, 3 നക്ഷത്രങ്ങൾ കാണും. ഒന്ന് മേരിയുടെ ശിരസിൽ, ഒന്ന് 2 കൈകളിൽ. ആ നക്ഷത്രങ്ങൾക്ക് അർത്ഥമുണ്ട്. അതിതാണ്, മേരി നിത്യകന്യകയാണ്. യേശുവിനെ പ്രസവിക്കുന്നതിന് മുമ്പ് കന്യകയായിരുന്നു, പ്രസവിച്ചപ്പോൾ കന്യകയായിരുന്നു, പ്രസവത്തിന് ശേഷം നിത്യകന്യകയായിരുന്നു. ഈ നിത്യസത്യങ്ങൾ ചിത്രത്തിലൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് ഞാൻ ഒരു ദൈവീയ വെളിപാടിനെ എൻ്റെ സുഹൃത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുന്നു. പിന്നെ ഇതേപ്പറ്റി പറയുന്നത്, ഇതിന് വലിയ ചരിത്രമുണ്ട്. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിന് ഒരു ഐക്കൺ വരയ്ക്കുവാൻ സാധിക്കുകയില്ല. ദിവസങ്ങളും ആഴ്ചകളും നോയമ്പും പ്രാർത്ഥനയുമായിരിക്കുന്ന സന്യാസികളാണ് സാധാരണഗതിയിൽ ഒരു ഐക്കൺ വരയ്ക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയിൽ അവർക്ക് കിട്ടുന്ന വെളിപാടനുസരിച്ച് അവർ വരയ്ക്കുന്ന ചിത്രമാണ്. അപ്പോൾ അതിൽ വരുന്ന മാതാവിൻ്റെ ഭാവവും യേശുവിൻ്റെ ഭാവവും മാതാവിൻ്റെ ആ വസ്ത്രങ്ങളുടെ നിറവും ഓരോ ഭാവവ്യത്യാസങ്ങളും എല്ലാം വെളിപ്പെടുത്തി കിട്ടും. അതനുസരിച്ചാണ് അവർ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഐക്കനെ പറ്റി പറയുന്നത്, ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യം മനുഷ്യകരങ്ങളിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന രീതിയിൽ, ഉപകരണം എന്ന രീതിയിൽ മാത്രം എടുത്ത് വരയ്ക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിലും മറ്റും ഐക്കൺ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ദൈവിക സാന്നിധ്യത്തെ അവർ ഇവിടെ കാണുകയാണ്. ഇതാണ് നാം കാണുന്ന ഐക്യൻ്റെ ആ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലും വരുന്നത്. ഉദാഹരണമായിട്ട് നിത്യസഹായ മാതാവ്, നമുക്കിവിടെ ഒരു രൂപമുണ്ട്. ഇത് നിത്യസഹായ മാതാവിൻ്റെ രൂപത്തെ അനുകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ്. ഇവിടെയും ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നോക്കുക, മേരിക്ക് 2 വസ്ത്രങ്ങൾ, ആ ഓരോ വസ്ത്രത്തിനും അതിൻ്റേതായ പ്രത്യേകമായ കളറുകൾ. യേശുവിൻ്റെ വസ്ത്രം, മേരിയുടെ ദൗത്യം, ഇതെല്ലാം ആ ചിത്രത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇതുവഴി ഒരു വലിയ ദൈവിക രഹസ്യത്തെ വെളിപ്പെടുത്തി കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ദൈവത്തിലേക്ക് ഉയർത്തുന്നു. മനസ്സിൻ്റെ തീവ്രമായ അനുഭവങ്ങളെ കലാരൂപത്തിൽ വരുന്നതിനോടൊപ്പം ദൈവിക വെളിപാടും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് ഐക്കൺസ് എന്ന് പറയുന്നത്. അച്ഛൻ ഐക്കണെ പറ്റി പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിലും മറ്റും ഐക്കണ് വളരെയേറെ പ്രാധാന്യം നൽകുന്നത്? ഇവ ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നുവെന്നും അച്ഛൻ പറയുകയുണ്ടായി. ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുമോ? ഞാൻ പറഞ്ഞത് ഓർത്തഡോക്സ് സഭയിലൊക്കെയാണ് ഇത് ആരംഭിക്കുന്നതും വളരെയധികം പ്രാധാന്യം കൊടുത്തതും. ഇന്ന് കത്തോലിക്ക സഭയിലും ഐക്കണെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിലും
മറ്റ് പ്രധാനപ്പെട്ട ദേവാലയങ്ങളും മാതാവിൻ്റെ ഐക്കൺ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അത് ദൈവ വെളിപാടിൻ്റെ ചിഹ്നമാണ്. ആ ദൈവീക വെളിപാട് മനുഷ്യന് കിട്ടുന്നത് അവൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകമായി മനുഷ്യൻ ഒരുങ്ങി അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആ പ്രത്യേകമായ വെളിപാടിന് വേണ്ടി അപേക്ഷിച്ച് പ്രായശ്ചിത്തം ചെയ്ത് ലഭിക്കുമ്പോൾ കിട്ടുന്ന ആ ദൈവിക രഹസ്യത്തെ ചിത്രമായിട്ട് കലയായിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. അതുവഴി സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് അത് എഴുതപ്പെട്ട വചനമാണ്. എന്നാൽ വചനം വാമൊഴിയിലൂടെ നമുക്ക് നൽകപ്പെടുന്നുണ്ട്. എഴുതപ്പെട്ട് ലഭിക്കുന്നു, വാമൊഴിയിലൂടെ ലഭിക്കുന്നു, അതുപോലെ കലാരൂപത്തിലൂടെ ലഭിക്കുന്നു. കലാരൂപത്തിലൂടെ ലഭിക്കുന്ന വചനമാണിത്. അപ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യം ഓർത്തഡോക്സ് സഭയിൽ നേരത്തെ കൊടുത്തിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എപ്പോഴും അവർ ഒരു ഐക്കൺ സൂക്ഷിച്ചിരുന്നു. ഇന്ന് നമ്മുടെ പല പള്ളികളിലും ഈ പാരമ്പര്യം തുടരുന്നുണ്ട്. കാരണം അത് ദൈവീക സാന്നിധ്യത്തെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ കുർബാന ആദ്യമായി കാൽവരിയിൽ അർപ്പിക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ദിവ്യബലി, അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വാസം ഇതാണ്, ഓരോ ദിവ്യബലിയിലും അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് ഐക്യം. അപ്പോൾ ആ ഐക്യനെ ദർശിക്കുന്ന ഒരു വിശ്വാസിക്ക് ഐക്യൻ്റെ പിന്നിലുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഞാനിത് നിങ്ങളെ കാണിക്കുകയാണ്. ഇവിടെ തന്നെ നോക്കുക, ദൈവിക രഹസ്യം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച രഹസ്യം. യേശുവിൻ്റെ ചുണ്ട് അത് മേരിയുടെ ചുണ്ടുമായി അടുത്തിരിക്കുന്നു. എന്താണ്? അവർ ശ്വസിക്കുന്നത് ഒരേ ശ്വാസമാണ്. അവർ ജീവിക്കുന്നത് ഒരേ രക്തത്തിലാണ്. അപ്പോൾ യേശുവിൽ നിന്ന് മേരി ദൈവത്വം സ്വീകരിച്ചപ്പോൾ മേരിയിൽ നിന്നും യേശു മനുഷ്യത്വം സ്വീകരിക്കുന്നു. ഈ ഒരു മഹാരഹസ്യം ഈ ചിത്രത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നു. അതുപോലെ തന്നെ മേരി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ മേരിയുടെ ഭാവം നോക്കുക. മേരി ചിരിക്കുന്നില്ല. അധരങ്ങൾ മറ്റൊരു ഭാവവ്യത്യാസമല്ല. ഹൃദയത്തിൽ സംഗ്രഹിച്ച വചനം സംഗ്രഹിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവികതയുടെ ഒരു ബഹിർസ്ഫുരണമാണ് മേരിയുടെ മുഖത്ത് കാണുന്നത്. അതായത് വിശ്വാസത്തിൻ്റെ, ദൈവത്തിലുള്ള ആ ശരണത്തിൻ്റെ, അനുസരണത്തിൻ്റെ. അപ്പോൾ ഭാവവ്യത്യാസത്തിലൂടെ, ചിത്രങ്ങളിലൂടെ, കളറിലൂടെ എല്ലാം ഈ ഐക്കൺ ദൈവികതയാണ് അവിടെ കാണിക്കുന്നത്, ദൈവിക സാന്നിധ്യത്തെ. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും യാക്കോബൈറ്റ് സഭയും പല സഭകളും സഭയുടെ ആരംഭം മുതലേ ഐക്കൺ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും തങ്ങളുടെ ലിറ്റർജിയിലും തങ്ങളുടെ ഭക്താഭ്യാസത്തിലും എപ്പോഴും മറിയത്തിൻ്റെ ആ ഐക്കണ് വളരെ പ്രധാനമായൊരു സ്ഥാനം കൊടുക്കുകയും ചെയ്തിരുന്നത്. ഒരു ഐക്കൺ അത് യേശുവിൻ്റേതാകട്ടെ മറിയത്തിൻ്റേതാകട്ടെ അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതേപോലെ തന്നെ ദൈവവചനം ബൈബിളിലൂടെ എല്ലാത്തിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ചിത്രകല ഉപയോഗിക്കുന്നത്? അത് സത്യമാണ്. ദൈവിക വെളിപാട് നമ്മൾക്കായി നൽകപ്പെട്ടിരിക്കുന്നത് ഒന്നാമത് വാമൊഴിയിലൂടെയാണ്. നാം കാണുന്നുണ്ട്, യേശുവിൻ്റെ ജീവിതകാലത്തല്ല ഈ സുവിശേഷം എഴുതപ്പെട്ടത്. അതിനുശേഷം യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം വർഷങ്ങളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ദൈവിക വെളിപാട് വാമൊഴിയിലൂടെ അന്നത്തെ ആൾക്കാർക്ക് കൊടുത്തു. പിന്നീട് അവർ മനസ്സിലാക്കി വരും തലമുറയ്ക്ക് ഇത് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് അത് വരമൊഴിയിലാക്കണമെന്ന്. അങ്ങനെയാണ് ലിഖിത രൂപത്തിൽ നമ്മളിലേക്ക് ദൈവവചനം കടന്നു വരുന്നത്. അതിലൂടെയാണ് ദൈവ വെളിപാട് എന്താണെന്ന് നാം മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ലിഖിത രൂപം, ഓരോ അക്ഷരവും എന്താണ്? പഠിച്ചിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്ഷരമാണ്. എന്നാൽ പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ അക്ഷരവും ഓരോ ചിത്രങ്ങളാണ്. അപ്പോൾ
ചിത്രങ്ങളിലൂടെ നമുക്ക് പറയാൻ സാധിക്കും വചനം നമ്മളിലേക്ക് കൈമാറ്റപ്പെട്ടു. പക്ഷേ ഓരോ ചിത്രങ്ങൾക്കും നമ്മളതിന് ശബ്ദവും അർത്ഥവും കൊടുത്തു. ഐക്യൻ്റെ പരമോന്നതമായ ലക്ഷ്യം ദൈവിക സാന്നിധ്യത്തിന് സാക്ഷ്യം നൽകുക എന്നതുള്ളതാണ്. അതാണ് സാക്ഷ്യം നൽകുക. അതായത് ഇതൊരു ഐക്കണാണ്. ഈ ഐക്കൺ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വചനത്തിലൂടെ ദൈവിക രഹസ്യം വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ആ ദൈവിക രഹസ്യം മുഴുവൻ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. മാർയോസേപ്പ് പിതാവ്, പരിശുദ്ധ അമ്മ, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ഉണ്ണിയേശു, ആ ഉണ്ണിയേശുവിൻ്റെ തലയ്ക്ക് ചുറ്റും നോക്കുക, അവിടെ ഒരു ദൈവികതയുടെ അടയാളം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു കുരിശിൻ്റെ ഛായ കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ആ ജീവിതത്തെ മുഴുവൻ സാധിക്കും. ആർക്കാണിത് മനസ്സിലാകുന്നത്? നിങ്ങൾക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ എഴുതപ്പെട്ട വചനം പഠിച്ചതുകൊണ്ട്, മനസ്സിലാക്കിയതുകൊണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയെയും ഈ ഐക്കൺ വഴി എനിക്ക് ഈ സത്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ദൈവ രഹസ്യത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത് നമ്മെ തന്നെ മറ്റു ദൈവിക രഹസ്യത്തിലേക്ക് ഉയർത്തുവാനാണ്. ഈ ചിത്രം നിങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നില്ലേ യേശുവിൻ്റെ ജനനത്തെ പറ്റിയും, എപ്രകാരമാണ് മേരി യേശുവിനെ വളർത്തിയതിനെ പറ്റിയും, എപ്രകാരമാണ് യൗസേപ്പ് പിതാവ് ആ യേശുവിനെ സംരക്ഷിച്ചതിനെ പറ്റിയും. ഈ ചിത്രം ഒരു നിമിഷം കൊണ്ട് 1000 വചനങ്ങളായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അതാണ് വായിക്കേണ്ട ലക്ഷ്യം, ഉദ്ദേശം. അപ്പോൾ ഇത് നമ്മെ കൂടുതലായി ദൈവത്തിൻ്റെ മഹാരഹസ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സഹായിക്കുന്നുണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി. ഇത് ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. കാരണം ഭാവന മനുഷ്യന് നൽകിയ ദൈവം, സർഗശക്തികൾ നൽകിയ ദൈവം, പല വിവിധ കഴിവുകൾ കൊടുത്ത ദൈവം, ഇതെല്ലാം ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി പ്രാർത്ഥനയിൽ ജീവിച്ച മനുഷ്യർ നമുക്കായി പകർന്നു തന്ന ചിത്രങ്ങളാണ് ഇത്. ഇത് തന്നെയാണെങ്കിലും ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ഐക്കണാണ്. അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിത്രമാണിത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ നൂറ്റാണ്ടുകളിലൂടെ പിൻതലമുറക്കാർ മുൻ തലമുറക്കാർക്ക് വിശ്വാസദീപം പകർന്നു തന്നു. അതിനുള്ള ഒരു ഉപകരണവും കൂടിയായിട്ട് ഈ ഐക്കണെ അവർ ഉപയോഗിക്കുകയാണ്. ഇതാണ് ഐക്കൻ്റെ ലക്ഷ്യം. ഇതിലൂടെയാണ് നമ്മൾ ഒത്തിരി നിത്യസത്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ഒരു ഐക്കണിൽ തന്നെ പല നിറങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ഐക്കണുകൾ നമ്മുടെ വിശ്വാസ വർധനവിന് സഹായിക്കുന്നുണ്ടോ? ഐക്കൻ്റെ പ്രത്യേകതകളിലൊന്ന് ഇതിനുപയോഗിച്ചിരിക്കുന്ന കളറുകളാണ്. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം, അദ്ദേഹത്തിൻ്റെ ഭാവനയനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച്. എന്നാൽ ഒരു ഐക്കണിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ആ ഐക്കൺ ഇത് വരയ്ക്കുന്നയാൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഫലമായി ലഭിക്കുന്ന വെളിപാടുകളെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരംഭഘട്ടം മുതൽ ഈ ഐക്കൺ വരയ്ക്കുമ്പോൾ കൊടുക്കുന്ന ഓരോ കളറിനും പ്രത്യേകതയുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് തന്നെ ഏറ്റവും സുപരിചിതമായ ഒരു ഐക്കൻ്റെ പ്രതിരൂപമാണ് നിത്യസഹായ മാതാവ്. അതൊരു ഐക്കണാണ്. റഷ്യൻ ഐക്കണിൽ നിന്നും അതിനുശേഷം അത് റോമിൽ കൊണ്ടുവരികയും റോമിൽ നിന്നാണ് ആ രൂപത്തിൻ്റെ പ്രത്യേകതകളും അത്ഭുത ശക്തിയും മനസ്സിലാക്കി ലോകം മുഴുവൻ വ്യാപിക്കുന്നതും. ഇപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന മാതാവിൻ്റെ ആ തിരുസ്വരൂപം, അതിൽ നോക്കുക, അതിൽ വിവിധ കളറുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ധരിച്ചിരിക്കുന്ന അടിവസ്ത്രം അത് പച്ച നിറമാണ്. പച്ച ഭൂമിയുടെ പ്രതീകമാണ്. ഭൂമിയുടെ പ്രതീകം എന്ന് പറയുമ്പോൾ ജീവജാലങ്ങൾ, യുവത്വം, പക്ഷിജാലങ്ങൾ, ജീവൻ്റെ ഉത്ഭവം,
അതാണ് ആ കളറിൻ്റെ അർത്ഥം. യേശു പറയുന്നുണ്ടല്ലോ, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ പച്ച നിറം എപ്പോഴും ജീവനെ സൂചിപ്പിക്കുന്നു. ഈ ജീവനാണ് യേശു തൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത്, ദൈവിക ജീവൻ. അമ്മയും ധരിച്ചിരിക്കുന്നത് അതേ വസ്ത്രമാണ്, പച്ച വസ്ത്രം. വീണ്ടും നാം കാണുന്നുണ്ട് യേശുവിൻ്റെ ധരിച്ചിരിക്കുന്ന മറ്റൊരു വസ്ത്രം, അത് റോയൽ, അത് ഗോൾഡനാണ്. ഗോൾഡൻ എപ്പോഴും രാജ്യത്വത്തെ കാണിക്കുകയാണ്, രാജകീയമായ. യേശു രാജാവാണ്, യേശു തന്നെ പറയുന്നുണ്ട് രാജാവാണ്. ആ യേശുവിൻ്റെ രാജ്യത്വത്തിൽ മേരിയും പങ്കുചേർക്കുന്നു. മേരി രാജ്ഞിയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ കളറുകൾ ആ മാനുഷിക കളറിലോടൊപ്പം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേരിയിലും ദൈവിക ജീവൻ കടന്നുവന്ന് നന്മ നിറഞ്ഞവളെ സ്വസ്തി, അത് യേശുവിൽ നിന്നും മേരി സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. വീണ്ടും ചില ഐക്കണുകളിൽ തവിട്ട് നിറം കാണും. തവിട്ട് നിറം അത് എപ്പോഴും മനുഷ്യൻ്റെ മാനുഷികമായ അവസ്ഥയാണത് കാണിക്കുന്നത്, ബലഹീനമായ അവസ്ഥ. എന്നാൽ തന്നെയും ആ മാനുഷികമായ അവസ്ഥയെ ദൈവം ഇടപെട്ട് അത് ദൈവികമായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. നീലനിറം ഉദാഹരണമായിട്ട് ഇവിടെ നാം കാണുന്നുണ്ട്. യേശുപിതാവ് ധരിച്ചിരിക്കുന്നത് നിറമുള്ള വസ്ത്രമാണ്. നീല എപ്പോഴും സ്വർഗരാജ്യത്തെയും ദൈവിക രാജ്യത്തെയുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് യേശുവിനെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ ഒരടയാളമായി കൊടുത്തിരിക്കുന്നു. ചില ഐക്കണുകളിൽ പരിശുദ്ധ അമ്മയും ഈ നീലവസ്ത്രം ധരിച്ചിരിക്കുന്നതായി കാണാം. അതായത് സ്വർഗരാജ്യത്തിൻ്റെ അടയാളമാണത്. വീണ്ടും നാം കാണുന്നത് ചുമന്ന വസ്ത്രം കാണുന്നുണ്ട്. ചുമപ്പ് എപ്പോഴും മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്, മനുഷ്യ. അപ്പോൾ ആ മനുഷ്യത്വം മേരി സ്വീകരിച്ചിട്ട് അത് യേശുവിന് നൽകുന്നു. യേശു തൻ്റെ ജീവിതത്തെ മേരിക്ക് നൽകുന്നു. അതുകൊണ്ട് കൊടുക്കുന്ന ഓരോ കളറിനും അതിനർത്ഥമുണ്ട്. കറുപ്പും ചില ഐക്യനോടും ബന്ധപ്പെടുത്തി കാണും. അത് കാണിക്കുന്ന മരണത്തെയും പാപത്തെയുമാണ്. ചില ഐക്കണുകളിൽ മേരി ആ സർപ്പത്തെ ചവിട്ടി തകർക്കുന്ന ചില രൂപങ്ങളുണ്ട്. അവിടെ കാണിക്കുന്നത് ആ കറുപ്പ് നിറമാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ഓരോ കളറിനും ഓരോ അടയാളത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. അതിലൂടെയാണ് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഐക്കണെ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നാം ഗ്രഹിക്കണം. അതിൻ്റെ ആ മിസ്റ്റിസിസം, അതിൻ്റെ അതിൻ്റെ ധ്യാനാത്മകതയിലേക്ക് കടന്നു ചെല്ലണം. നമ്മൾ വെറുതെ നോക്കിക്കണ്ടുന്ന ഒരു പിക്ചറല്ലിത്. മണിക്കൂറുകൾ നമ്മൾ ധ്യാനാത്മകമായിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു പിക്ചറാണ് ഓരോ ഐക്കണും. അതുവഴിയാണ് നമുക്കും ആ ദൈവിക രഹസ്യങ്ങളിൽ കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവിക രഹസ്യങ്ങളിൽ കടന്നു ചെല്ലണമെങ്കിൽ ശ്രവണം, ഗ്രഹണം, മനനം, ഇത് മനനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവിടെ അപ്പോൾ പരിശുദ്ധ ആത്മാവ് തന്നെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഐക്യന് ഒരർത്ഥമുണ്ടാകുകയില്ല. ഇതുകൊണ്ടാണ് ഓരോ കാര്യത്തിനും ഓരോ സ്പോട്ടിനും അതിൻ്റേതായ അർത്ഥവും അതിൻ്റേതായ വെളിപാടും ഉണ്ട് എന്ന് പറയുന്നു. അച്ഛാ, മാതാവിൻ്റെ ഒരു പടത്തിനും ഒരു ഐക്കണും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിച്ചു തരാമോ? മാതാവിൻ്റെ സാധാരണ ഒരു പടം, അതിന് ഇംഗ്ലീഷിൽ ഡിവോഷണൽ പിക്ചേഴ്സ് എന്ന് പറയും. നമ്മൾ ഭക്തി വണക്കത്തിനായി ഉപയോഗിക്കുന്ന പിക്ചർ. കേരളത്തിൽ നമുക്കറിയാം കൂടുതൽ വ്യാപകമായിട്ട് തന്നെ ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്, കൊരട്ടിമുത്തി, കുറവിലങ്ങാട് മാതാവ്, വല്ലാർപാടം മാതാവ്, ഇവരുടെയൊക്കെ ചിത്രം കാണുമ്പോൾ മാതാവ് ഒന്നാണെങ്കിലും വിവിധ തരങ്ങളിലുള്ള ചിത്രങ്ങളുണ്ട്. അതിൻ്റെ രഹസ്യം ഞാൻ നേരത്തെ പറഞ്ഞു. മക്കൾക്ക് എത്രമാത്രം അമ്മയോട് സ്നേഹം കൂടുമോ അത്രമാത്രം പുതിയ പേരുകളും പുതിയ ഭാവനകളും ചിത്രങ്ങളും വരയ്ക്കും. എന്നാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെ ചിത്രങ്ങൾക്ക് അതിൻ്റെ ചരിത്ര വസ്തുക്കളുണ്ട്. വേറെയും പല തീർത്ഥാടന കേന്ദ്രവും ഭാരതത്തിലും പുറമേയുമുണ്ട്.
ഈ പിക്ചർ എന്ന് പറയുന്നത് ഒരു ഭക്താഭ്യാസത്തിന് വേണ്ടി വരയ്ക്കപ്പെട്ട ചിത്രമാണ്. അതിനും ഒരു ചരിത്രമുണ്ടാവും എപ്പോഴും. ആ ചരിത്രം അത് വെളിവാക്കി കിട്ടിയ വ്യക്തി ഒരു ചിത്രകാരന് പറഞ്ഞു കൊടുത്ത് ആ ചിത്രകാരൻ്റെ ഭാവനയിൽ അത് ഉരുത്തിരിഞ്ഞ് വരയ്ക്കപ്പെടുന്ന ചിത്രമാണ്. അതിനതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. അതുവഴിയാണ് ആ സ്ഥലവും ആ തീർത്ഥാടന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഇത് ഒരു മാതാവിൻ്റെ മനോഹരമായൊരു ചിത്രമാണ്. മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഒരു ചിത്രം ഒരു ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ആർട്ടിസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ വേറൊരു രീതിയിൽ കൂടിയാകാം. അപ്പോൾ അതാണ് മാനുഷികമായ അറിവിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഫലമായി വരയ്ക്കുന്ന ചിത്രമാണ്. എന്നാൽ ഐക്കൺ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ദൈവിക വെളിപാടിൽ നിന്നും ദൈവിക പ്രേരണയിൽ നിന്നും പ്രചോദനത്തിൽ നിന്നും വരുന്നതാണ്. അവിടെ മനുഷ്യകരങ്ങൾ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണം മാത്രമായി ഭാവിക്കുന്നു. അതിനൊരു ദൈവികത കൂടുതലുണ്ട്. ഇതാണ് ഡിവോഷണൽ പിക്ചേഴ്സ്. വണക്കത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളും മറ്റ് ഐക്കൺസും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇതിന് പ്രാധാന്യമില്ലെന്നല്ല പറയുന്നത്. അതിൻ്റേതായ പ്രാധാന്യം ഓരോ ചിത്രത്തിനും ഓരോ സ്ഥലത്തെ ചിത്രത്തിനും അതിന് ഉണ്ട്. അത്ഭുത ശക്തിയുമുണ്ട്, ദൈവിക സാന്നിധ്യവുമുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളും. പരമ്പരാഗതമായി നമുക്ക് പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള വിശ്വാസം നമ്മുടെ മാതാപിതാക്കളും അവരുടെ പൂർവികരും പല രീതിയിൽ കൂടിയാണ് നമുക്ക് കൈമാറി തന്നത്. അത് വാമൊഴിയിൽ കൂടി, അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ, അതുപോലെ തന്നെ ചിത്രങ്ങളിലൂടെ. ഈ ചിത്രങ്ങളിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഐക്കൺസ്. അതിൻ്റെ ദൈവികത, അതിൻ്റെ ഉറവിടം ഇതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് സഭയിൽ നമുക്കായി ലഭിച്ചിരിക്കുന്ന ഈ ദൈവിക വെളിച്ചത്തിന് നമ്മുടെ പിൻതലമുറക്കാരോട് നമുക്കെന്നും നന്ദി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതലായി സഹായിക്കുന്നെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. അതുവഴി വിശ്വാസത്തിൽ അനുദിനം വർദ്ധിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയോടും അതുപോലെ തന്നെ അമ്മ നമ്മെ കൈപിടിച്ച് യേശുവിനിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ ഐക്കണിൽ കണ്ടു, മേരിയുടെ കൈ ഇപ്രകാരമാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവനെ അനുഗമിക്കുക. നമ്മെ മക്കളായി സ്വീകരിക്കുന്ന അമ്മയുടെ മാതൃത്വത്തെ നമുക്ക് സ്വീകരിക്കുകയും അമ്മയെ ബഹുമാനിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവം ധാരാളമായി അനുഗ്രഹ വർഷങ്ങൾ ചൊരിയട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെല്ലാവരും കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ.